യൂട്യൂബിൽ പുതുതായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവാൻ പോവുകയാണ് ഈ 2025. എങ്ങനെയാണെന്നുള്ളത് പറയാം. അതുപോലെ തന്നെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കുറേ ആളുകളുടെ വരുമാനം കുറയാൻ പോവുകയാണ്. ഇതും ഞാൻ എന്താണെന്ന് പറയാം. അതുപോലെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 100 രൂപയുടെ ഒരു സമ്മാനമുണ്ട്. അപ്പോൾ അതും എന്താണെന്ന് പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് യൂട്യൂബ് 2025 ഇത്ര പ്രത്യേകത എന്നല്ല, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലെ റവന്യൂ ബേസ് ആയിട്ടുള്ള എത്ര പൈസ കിട്ടും, എത്രയാണ് നമുക്ക് വരുമാനം കിട്ടാൻ പോകുന്നത്. ആ വീഡിയോ ടോട്ടലി മാറ്റി ചെയ്യേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. കാരണം പുതിയ അപ്ഡേറ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയത്. പുതിയ അപ്ഡേറ്റ് പ്രകാരം യൂട്യൂബ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് $0.30 നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എൻ്റർലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് കൂടുതൽ ഡോളർ കിട്ടുന്നുണ്ട്. അതായത് $50 മുകളിൽ പോയിട്ട് 0.85, 0.90, എന്തിനു പറയുന്നു $2.20 വരെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം എവിടുന്നും ഞാൻ കേട്ട് പഠിച്ചതല്ല, അല്ലെങ്കിൽ എവിടുന്നും വായിച്ചതല്ല. എൻ്റെ സ്വന്തം ചാനലിൽ വന്ന ഡോളറാണ്. ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് അടക്കം കാണിച്ചത്. ഒക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബ് പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യത മുന്നിൽ തുറന്നു വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തോട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2025 എൻ്റർലി മൊത്തം മാറാൻ പോവാണ്. നിങ്ങളും അതിനനുസരിച്ച് മാറണം. അല്ലാതെ പഴയ കുറേ സംഭവങ്ങൾ പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലെന്താവില്ല, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് നമ്മൾ മാറ്റേണ്ടത്? ആർക്കാണ് വീഡിയോൻ്റെ വ്യൂസ് കുറയുന്നത്? വ്യൂസ് അല്ല, പൈസ കുറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ പലരും ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടിയ ടോപ്പിക്കൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ വീഡിയോസ് എടുത്ത് ചെയ്യാണ്. ഏതെങ്കിലും ഒന്ന് സക്സസ് ആവുന്നതാണ്. ഇപ്പം നമ്മൾ ചോദിച്ചാൽ പറയാം, അത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആവുമല്ലോ. ഈ ഏതെങ്കിലും ഒന്ന് ക്ലിക്കായിട്ട് 1,00,000 വ്യൂസ് വന്നു വിചാരിക്കുക, നെക്സ്റ്റ് വൺ അതുപോലെ ക്ലിക്ക് ആവില്ല. അപ്പം നമുക്ക് ഈ ലെഗ് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ ഈ വൈറലിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യുന്ന കോണ്ടന്റിൻ്റെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിപ്പോൾ വീട്ടിൽ എന്തായിക്കോട്ടെ, വീട്ടിലിപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഇരുന്ന് സംസാരിക്കുന്നതായാൽ പോലും അതിലൊരു രസമുണ്ടല്ലേ. വീട്ടിലിപ്പോൾ നമ്മൾ ഒരു 5 പേരുകൾ സംസാരിക്കുന്നവർ മൈക്കൊക്കെ വെച്ചിട്ട് വെറുതെ സംസാരിക്കുക, പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നവർ, പോഡ്കാസ്റ്റ് നമ്മുടെ വീട്ടിനുള്ളിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നവരിക്കും. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. എന്തൊക്കെയാണ് പണ്ടത്തെ കഥ, എന്തൊക്കെയാണ് പണ്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ്. ഇങ്ങനെ സംസാരിച്ച വീഡിയോ വരെ വൈറലായിട്ട് പോകുന്നത് നല്ല രീതിയിൽ വരുമാനം കിട്ടും. നിങ്ങൾ ഭയങ്കര ഹൈ എൻഡായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. ഇതാ സിമ്പിളി പറഞ്ഞ ആളുകൾക്ക് ഇതൊക്കെ കേട്ടിരിക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അല്ലാതെയുള്ള വീഡിയോസിന് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 1 lakh വന്നു വിചാരിക്കും. ആ 1 lakh വന്ന വീഡിയോസിന് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് 0.02 ഒക്കെയാണ്. ഇപ്പം എൻ്റെ ബിജുവിൻ്റെ വീഡിയോ 1 lakh കഴിഞ്ഞാണ്. ഇപ്പം KL ബിജുവിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. 1 lakhൻ്റെ above ആയി. പക്ഷെ അതിന് ആദ്യം വന്നിട്ടുണ്ടായ ഡോളർ വന്നാൽ 0.02, 3, 4, 5 ഒക്കെയാണ്. ഇപ്പോൾ അത് 10 ആയിട്ടുണ്ട്. പക്ഷേ 0.10 എന്നൊക്കെ പറയും വളരെ കുറവാണ്. കാരണം 10 പൈസ അങ്ങനെയൊക്കെ നമുക്ക് പറയാം, അത്രയും കുറവാണ്. പക്ഷേ ഈ മറ്റ് വീഡിയോസിന് 1000 വ്യൂസ് കയറിയപ്പോൾ തന്നെ എന്തുണ്ട്, ഏകദേശം $1 അടുത്ത് $1,500, അല്ല $1,500 വ്യൂസ് ആകുന്ന സമയത്ത് $1 കയറിയ വീഡിയോസ് ഉണ്ട്. എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ്. കാരണം രണ്ടിൻ്റെയും കാര്യം നോക്കുക. അപ്പം മറ്റേ 10,000 ആയി കഴിഞ്ഞാണ് $1 കിട്ടുക, ഇവിടെ 1000 ആയി കഴിഞ്ഞാൽ $1 കിട്ടുന്നത്. അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇത് നല്ല രീതിയിൽ യൂട്യൂബ് പേയ്മെൻറ്റ്, ഇപ്പോൾ നിലവിൽ യൂട്യൂബ് നല്ല രീതിയിൽ റവന്യൂ തരുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള വീഡിയോസിനാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ തന്നെയാണ്, വേറെ കാര്യമായിട്ട് പറയാനില്ല. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. അത്ര സിമ്പിളായിട്ട് കാര്യമല്ല. നിങ്ങൾ ഇതിൽ ചിന്തിച്ച് ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ എങ്ങനെയുള്ള വീഡിയോ ആണ് 2025 കാലഘട്ടത്തിൽ ആകുമ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും, ഇനി നാളെ തുടങ്ങുന്നതായിരിക്കും, അടുത്ത മാസം തുടങ്ങാൻ പോകുന്നവർക്കൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി മുതൽ നിങ്ങളെ വീഡിയോസ് ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മൈക്ക് ക്വാളിറ്റി പക്കയായിരിക്കണം. അതുപോലെ തന്നെ വീഡിയോ സ്റ്റെബിലൈസർ ആയിരിക്കണം. അതായത് വീഡിയോ കുടുങ്ങി മറിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും പാടില്ല. അതുപോലെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ആ വാല്യൂ എന്ന് പറയുന്നത് വെറുതെ നിങ്ങളുടെ സംസാരമായിരിക്കാം. പക്ഷെ ആ സംസാരം പോലും നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് 30 സെക്കൻഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ, കഴിഞ്ഞ വീഡിയോ ഞാൻ അതാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നിങ്ങൾ കണ്ടു നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പുതിയ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ 2 ചാനൽ സക്സസ് ആക്കിയ ഒരു സ്ട്രാറ്റജി ഉണ്ട്.
അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടോ ക്ലാസ് ആയിട്ടോ എടുക്കാം. കാരണം അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ആക്സിഡൻ്റലി സംഭവിച്ചതാണെന്നാണ്. പക്ഷെ രണ്ടാമത്തെ ചാനലിൽ ഞാൻ ചെയ്തപ്പോൾ ആക്സിഡൻ്റ് സംഭവിച്ചതല്ല. ഞാൻ കൃത്യമായിട്ട് അത് വർക്കൗട്ട് ആവുന്നുണ്ട് കണ്ടെത്തി. ഇനി ഒരു പരീക്ഷണം കൂടി ബാക്കിയുണ്ട്. ആ പരീക്ഷണം കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെല്ലാവരും ആ കാര്യങ്ങളും കൂടി വിശദീകരിച്ച് വീഡിയോ ചെയ്ത് തരുന്നതാണ് ഉറപ്പായിട്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക കൃത്യമായിട്ട്. എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് സക്സസ് ആവും. കാരണം ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ സ്വന്തം ചാനലിൽ അപ്ലൈ ചെയ്ത് സക്സസ് ആക്കി കഴിഞ്ഞ് പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സക്സസ് ആവുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, കാരണം ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾ ടോപ്പിക്കിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫെയിൽ ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു 80% പല ടിപ്സും നിങ്ങൾക്ക് വർക്കൗട്ട് ആവും എന്ന് ഉറപ്പുണ്ട്. ഇനി എന്താണ് ഞാൻ ലാസ്റ്റ് പറയാം എന്ന് വെച്ച കാര്യം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് പെയ്ഡ് ആയിരുന്നു. ഒരു 99 രൂപക്കായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായത്. ആ ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരം തരികയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ വിഷയങ്ങളുണ്ട്. നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക, നോട്ടൊക്കെ എടുത്ത് എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങളുടെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ക്ലാസ് കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കാണാം, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ വിശദമായ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇനി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് കയറിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ കയറിയ ശേഷം നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ സബിനൊന്നും നിൽക്കരുത്. അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ കയറിയ ശേഷം പറയേണ്ടത് നിങ്ങളുടെ പേര്, സ്ഥലം, കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് നിങ്ങൾ ചാനലിൽ ലിങ്ക് ഇട്ടോളൂ, കുഴപ്പമില്ല. പിന്നീട് ലിങ്ക് ഇടുന്നത് നമ്മൾ ചെറിയ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റിൽ ആ ടോപ്പിക് ഒന്ന് അറിയിക്കാൻ, നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം.